സുറുമി രചന അവന്തിക അവതരണം സെൽസാമുസ്തു. പിന്നീടുള്ള 3 ദിവസവും കല്യാണത്തിനോടനുബന്ധിച്ചുള്ള തിരക്കുമായി മഷൂദ് നിഹാലിൻ്റെ വീട്ടിലായിരുന്നു. ശനിയാഴ്ചയും ഞായറാഴ്ചയുമാണ് കല്യാണം നടത്തുന്നത്. ശനിയാഴ്ച നിഹാലിൻ്റെ ഹനയുടെ നിക്കാഹ് വീട്ടിൽ വെച്ചു. ഞായറാഴ്ച ഹനയുടെ റിസപ്ഷൻ ഹാളിൽ വെച്ചു. ശനിയാഴ്ച നിക്കാഹിന് 3 കുടുംബത്തിലെ മുതിർന്ന ആണുങ്ങൾക്കും അടുത്ത ബന്ധുക്കൾക്കും നിഹാലിൻ്റെ കൂട്ടുകാർക്കും ഫാമിലിക്കുമാണ് ക്ഷണം. അന്ന് തന്നെ ഹിബെ അഥവാ നിഹാലിൻ്റെ പെണ്ണിനെ കൂട്ടിക്കൊണ്ടു വരുന്നുമുണ്ട്. പിറ്റേന്ന് ഹാളിൽ വെച്ച് അടുത്ത ബന്ധുക്കളും അകന്ന ബന്ധുക്കളും ഹനയുടെ ഫ്രണ്ട്സും ഫാമിലിയുമായി ഫംഗ്ഷൻ. അത് കഴിഞ്ഞ് അനയെ നദീൻ്റെ വീട്ടിൽ കൊണ്ടുവിടുന്ന ചടങ്ങും. ദൂരം കുറച്ചുണ്ടായതുകൊണ്ട് ഹാളിൽ വെച്ച് നടത്തുന്ന റിസപ്ഷൻ വേഗം തീരും. വൈകിട്ട് നദീൻ്റെ വീട്ടിൽ വെച്ച് അനയുടെ കൂടെ വന്നവർക്ക് ചെറിയൊരു സൽക്കാരവും. ഒരു പ്രാവശ്യം കൂടെ സഫയെ കൂട്ടാൻ പോകാൻ നിഹാൽ പറഞ്ഞെങ്കിലും അവിടെ വെച്ച് അത്രയും കുട്ടികളുടെ ഇടയിൽ വെച്ച് അവളെ കണ്ടുപിടിക്കുക എന്നത് പ്രയാസമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവായി മഷൂദ്. ഞായറാഴ്ച റിസപ്ഷനിൽ വെച്ച് കാണാമെന്ന് അവൻ പറയുകയും ചെയ്തു. ഇനി അവളെ കണ്ടെന്ന് വെക്ക്, അവൾക്കെന്നെ മനസ്സിലാവൂ. ഇനി മനസ്സിലായി തന്നെ അവളൊന്ന് ചിരിക്കാനുള്ള ചാൻസ് പോലും ഞാൻ കാണുന്നില്ല. ഏത് നേരത്താണ് അവൻ കാണാൻ തോന്നിയത്? കണ്ട ശേഷം സമാധാനം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. കല്യാണം കഴിഞ്ഞാണോ? ഉറപ്പിച്ചാണോ? വേറെ ഇഷ്ടമുണ്ടാവോ? ഒരു സമാധാനവും ആ പെണ്ണിക്ക് തന്നിട്ടില്ല. എന്നാൽ വേണ്ടെന്ന് വെച്ചാലോ അതും പറ്റണില്ല. തിരക്കിനിടയിൽ മഷൂദിൻ്റെ പരിഭവം കേൾക്കുമ്പോൾ ഒരേ സമയം ചിരിയും സഹതാപവും സന്തോഷവും തോന്നി നിഹാലിന്. 14 വർഷത്തെ കൂട്ടാണ്. ഈ കാലയളവിൽ മഷൂദിൻ്റെ ഇങ്ങനൊരു ഭാവം അവൻ ആദ്യമായി കാണുകയാണ്. തമാശയ്ക്ക് പോലും ബാംഗ്ലൂർ പോലെയുള്ള നഗരത്തിൽ പഠിച്ചിട്ടും ഒരാളെ പോലും നോക്കി കമൻറ്റ് പറയുന്നതോ ഇതുപോലൊരു പെണ്ണിനാലോ ആലോചിച്ച് മാത്രം വെറിയിടാകുന്നതോ കണ്ടിട്ടില്ല. ഇനി നിഹാൽ വല്ലതും പറഞ്ഞ ശക്തിയോടെ അതൊന്ന് ആഞ്ഞത് കേട്ടു. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നിഹാലിൽ നിന്നുണ്ടായ മഷൂദിൻ്റെ പ്രതികരണം അതത്. വെള്ളിയാഴ്ച ഉച്ചവരെ നിഹാലിനൊപ്പം ഓടാൻ മഷൂദ് കൂടെ ഉണ്ടായിരുന്നു. ഒരുവിധം പണികൾ തീർത്തപ്പോൾ നിഹാൽ മഷൂദിനെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടു. വീടിൻ്റെ പുറകുവശത്താണ് ഭക്ഷണം ഒരുക്കുന്നത്. നാളെ കാലത്ത് പണിക്കാർ വരുമ്പോൾ കൂടെ വേണം. അത് കഴിഞ്ഞ് 10 മണിക്കാണ് രണ്ടുപേരുടെ നിക്കാഹ്. 2 വീട്ടിലെ മുതിർന്ന ആണുങ്ങൾ മാത്രം പങ്കെടുക്കുന്ന ചടങ്ങ്. സ്വീകരിക്കാനും മറ്റും കൂടെ വേണം. ഉച്ചയ്ക്ക് നിഹാലിൻ്റെ പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വരല്ലോ. നാളെ നിന്ന് തിരിയാൻ സമയം കിട്ടില്ല. ഇപ്പോൾ വീട്ടിൽ പോയെന്ന് ഉറങ്ങി ക്ഷീണമൊക്കെ മാറ്റി രാവിലെ ഇവിടെ എത്തണമെന്നും പറഞ്ഞുകൊണ്ട് മഷൂദിനെ ഉന്തിത്തള്ളി വിട്ടു നിഹാല്. വീട്ടിലെത്തിയപാടെ കുളിയും കഴിഞ്ഞ് കട്ടിലേക്ക് കിടന്നതും ഉറങ്ങിപ്പോയിരുന്നു. ഉമ്മയുടെ വിളിയാണ് അവനെ ഉണർത്തിയത്. ചെന്ന് നോക്കുമ്പം ലാൻഡ് ലൈനിൽ നിഹാലാണ്. അത്യാവശ്യമുണ്ട്, വേഗം വരണമെന്ന് പറയുമ്പോൾ അരമണിക്കൂർ സമയം പറഞ്ഞ് കഴിഞ്ഞിരുന്നു മഷൂദ്. വേഗം പോയൊരു ടീഷർട്ടും പാൻറ്റും എടുത്തിട്ടു. കല്യാണം നാളെ ആയതുകൊണ്ട് അടുത്ത ബന്ധുക്കൾ നാളെ വരാൻ പറ്റാത്ത കുറച്ച് പേരുണ്ടാകുമെന്ന് നിഹാൽ പറഞ്ഞിരുന്നു. ഇത് മതി, അവിടെ ഓടി വിയർക്കാനല്ലേ, അവൻ സ്വയം വിലയിരുത്തി. ഉച്ചയ്ക്ക് വന്നപ്പം ടേബിളിൽ വെച്ച ബൈക്കിൻ്റെ ചാവി അവിടെ നിന്ന് അതിശയത്തോടെ ചോദിച്ചു. ചാവിക്ക് വേണ്ടി പരുതുമ്പോൾ ടേബിളിൽ വെച്ച ചാവിയല്ല, ടേബിൾ ലക്ഷ്യമാക്കി എറിഞ്ഞ ചാവി എന്ന് പറഞ്ഞുകൊണ്ട് സഫ അത് അവനെ നേരെ നീട്ടിക്കൊടുത്തു. ഇങ്ങളൊക്കെ കെട്ടുന്ന പെണ്ണിനെ സമ്മതിക്കണം, എന്തിനും മൂരാച്ചിയ. കെട്ടിട്ടും കേൾക്കാത്ത പോലെ ധൃതി പിടിച്ചു പോകുന്ന മഷൂദിനെ നോക്കി അവൾ ആഘാതം ചെയ്തു പോലെ പറഞ്ഞു. ഇന്നിന് ചിലപ്പോൾ വരും. നാളെ 10 മണിക്കാണ് നിൽക്കാതെ. ഞാൻ വരുമ്പോഴേക്കും എൻ്റെ ഡ്രസ്സ് അയൺ ചെയ്ത് വെക്കണം. ഒരു 11 ആകുമ്പോഴേക്കും നിയാസിൻ്റെ കൂടെ എല്ലാവരും വന്നേക്ക്. അവനെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. തിരക്കിനിടെ നിങ്ങളെ വന്ന് കൂട്ടാൻ ടൈം കിട്ടിയെന്ന് വരില്ല. ഉമ്മാനോട് പറഞ്ഞേക്ക്. ഹന പറഞ്ഞത് കേട്ടിട്ട് ചുണ്ടിലൂറിയ പുഞ്ചിരി ഒളിപ്പിച്ചു കൊടുത്ത് അടുത്ത ഉത്തരവൻ അവൻ ഇറക്കി കഴിഞ്ഞിരുന്നു. മഷൂദ് കല്യാണ വീട്ടിലെത്തിയപ്പോൾ തന്നെ അത്യാവശ്യം വാങ്ങിക്കൊണ്ടുവരേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് അവൻ്റെ കയ്യിൽ കൊടുത്തു നിഹാലിൻ്റെ വാപ്പച്ചി. ഡെക്കറേഷൻ ഐറ്റംസ് മുതലുള്ള നാളെ ഹിബക്ക് കൊണ്ടുപോകാനുള്ള പൂ വരെ ഉണ്ടായിരുന്നു അതിൽ. എല്ലാം പല ഭാഗങ്ങളിലെ വാങ്ങി വന്നപ്പോഴേക്കും നേരെ ഇരുട്ടി തുടങ്ങിയിരുന്നു. അടുത്ത ബന്ധുക്കളും അയൽവാസികളുമായി അത്യാവശ്യം ആളുകൾ വന്നിട്ടുണ്ട്. മുറ്റത്ത് തലയുയർത്തി നിൽക്കുന്ന പന്തലിൽ ഒരു ഭാഗത്തായി കുട്ടികൾ ഓടിക്കളിക്കുന്നുണ്ട്. നിരത്തിവെച്ച് കസേരകളിൽ കാരണവന്മാർ സംസാരിച്ചു. പന്തൽ പണിക്കാരും ഇലക്ട്രീഷ്യൻ പണിക്കാരും അവരുടെ അവസാന മിനുക്കുപണിയിലുമാണ്. വീടിൻ്റെ പുറകുവശത്തു നിന്ന് കേൾക്കുന്ന ചെമ്പിൻ്റെയും പാത്രങ്ങളുടെയും വെപ്പുപുരയുടെയും കോലാഹലങ്ങൾ, ചെമ്പ് പൊട്ടിക്കുമുണ്ടാകുന്ന നെയ്ച്ചോറിൻ്റെയും കോഴിക്കറിയുടെയും മണം, അകത്തളത്തിൽ നിന്ന് ഉയരുന്ന പെൺപിടങ്ങളുടെ സംസാരങ്ങളും ചിരികളും ആകെ കൂടെ കല്യാണ വീട് ഉണർന്നു കഴിഞ്ഞിരുന്നു. മഷൂദ് ഒരു നിമിഷം അവയെല്ലാം നോക്കി നിന്നു. തൻ്റെ ജീവിതത്തിലും ഇങ്ങനൊരു ദിവസം ഉണ്ടാവില്ലേ? പക്ഷെ അത് ഇന്ന് ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടമാണെന്ന് മനസ്സ് പറയുന്ന അവളെ ജീവൻ്റെ പാതി ആകുമ്പോഴോ? ഇനി മറിച്ച് അവളല്ലെങ്കിൽ എനിക്ക് വേറൊരു കുട്ടിയെ അങ്ങനെ കാണാൻ കഴിയോ? ഇതുവരെ മറിച്ച് ചിന്തിച്ചിട്ടില്ല. കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് സ്വയം ആശ്വസിച്ചുകൊണ്ട് അവനൊരു ദീർഘശ്വാസം വലിച്ചു വിട്ടു. നിഹാലിൻ്റെ ഓഫീസിൽ നിന്ന് കുറച്ച് സ്റ്റാഫ് വന്നിട്ടുണ്ട്. അവർക്കുള്ള ഭക്ഷണം വിളമ്പാൻ വാപ്പിച്ച് നേൽപ്പിച്ചപ്പോൾ മഷൂദ് ധൃതിയിൽ അവളെല്ലാം തയ്യാറാക്കുന്നതിനിടക്കാണ് പുറകിൽ നിന്നും ടീഷർട്ടിലൊരു പിടുത്തം വീണത്. തിരിഞ്ഞു നോക്കും മുമ്പേ അവനെ വലിച്ചുകൊണ്ട് പോയിരുന്നു നിഹാല്. തിരക്കൊഴിഞ്ഞ സ്ഥലത്ത് അവനെ കൊണ്ട് നിർത്തി. എന്താടാ? 2 കൈയും മാറി പിണച്ച് വെച്ച് തന്നെ കൂർപ്പിച്ച് നോക്കുന്ന നിഹാലിനെ നോക്കി മഷൂദ് ചോദിച്ചു. കാല് മുടക്കൊരു തൊയ്യം വെച്ച് തിരിഞ്ഞു. നിന്നോട് പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ട് അരമണിക്കൂറെന്ന് പറഞ്ഞ് ഫോൺ വെച്ചതല്ലേ? നീ എന്നിട്ട് പൊങ്ങുന്നത് ഇപ്പം അതും വെപ്പുകാരുടെ കൂടെ. എടാ ഞാൻ വന്നു.
വാപ്പച്ചി അപ്പം തന്നെ കുറേ സാധനം ഇത് ലിസ്റ്റ് തന്ന് പറഞ്ഞു വിട്ടു. അതൊക്കെ വാങ്ങി ഇപ്പം വന്നുള്ളൂ. നീ ചൂടാവാതെ കാര്യം പറയും. എടാ, ഇവിടെ കിടന്ന് ഓടാനല്ല ഞാൻ വിളിച്ചത്. ഷു, ഈ ചെക്കനെ കൊണ്ട് തോറ്റു. ഇതിലേറെ പഴയ ഡ്രസ്സ് കിട്ടിയില്ല നിനക്കിടാൻ. അടുത്തെത്തുമ്പോൾ തന്നെ പുകയുടെ മണവും. അടിമുടി നോക്കിക്കൊണ്ട് ഓരോന്ന് പറയുമ്പോൾ നിഹാലിനെ മഷൂദ് എളിയിൽ കൈകുത്തി സംശയത്തോടെ നോക്കി. ഇതെന്ത് കൂത്ത്? ഞാനല്ലല്ലോ പുയ്യാപ്പിള. പിന്നെ ഞാനെന്താണോ കുളിച്ച് മാറ്റിയിടാൻ ചെയ്തത്? സോഫയിൽ കയറിയിരിക്കണോ? ഇവിടെ പോത്തെ അവള് വന്നിട്ടുണ്ട്. ആരേ? സുർമി ഒന്നോന്നാരാ? എൻ്റെ റബ്ബേ, വയറിലൂടെ ഒരാള് അതങ്ങ് കയറി ഇടനെഞ്ചിൽ പോയി നിന്ന് മഷൂദിനെ. അവളെന്തിനാ ഇന്ന്? ഒരു കൊയ്യടിയും ഒരു കൈകൊണ്ട് ചെന്നൈയിൽ ഒളിച്ചിറങ്ങുന്ന വിയർപ്പ് തുള്ളികൾ തുളച്ച് കളഞ്ഞുകൊണ്ട് ഇടനെഞ്ചിലൊന്ന് തടവി. മെയിലാഞ്ചി അവളാ ഇടുന്നത്. അനക്ക് മാത്രമല്ല, പെമ്പടകൾക്കെല്ലാം. ഉച്ചക്ക വന്ന് വൈകിട്ട് ഉമ്മ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. എന്തോ ചായയോ വെള്ള പലഹാരം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആർക്കാന്ന് ചോദിച്ചപ്പോഴായിരുന്നു. അപ്പം തന്നെ നിന്നെ വിളിച്ചു. ഓഫീസ് സ്റ്റാഫ് വന്നപ്പോൾ പിന്നെ തിരക്കിലും പെട്ടു. കുറേ നേരം നിന്നെ നോക്കുന്നു. വന്നവരാണെങ്കിൽ സിംഗിൾ റൂമിൽ നിന്ന് ഒരുങ്ങുന്നില്ല. നിന്നെ ഒന്ന് വിളിച്ചു നോക്കാൻ അവൾ പോയിട്ടുമില്ല. പെൺപിടകളെല്ലാം ആ സ്റ്റെയറിൻ്റെ അടുത്തൊരു റൂമിലുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? വലം കൈയിൻ്റെ പുറംഭാഗം ഒന്ന് കടിച്ചു കുടഞ്ഞ് അവൻ. നീ അവിടെ പോയി നോക്ക്. ഹേ, അത് ശരിയാവില്ല. കുറേ പെണ്ണുങ്ങൾ അതിൻ്റെ ഇടയിൽ ഞാൻ. അവൻ നിശോഭഭാഗത്ത് തലനക്കി. എന്നാൽ നീ കാണണ്ട, അവിടെ പോയി ചെമ്പിൽ തല താഴ്ത്ത്. എടാ, നീ ഒരു കാര്യം ചെയ്യും. ആദ്യം ഈ ഡ്രസ്സൊന്ന് മാറി വാ. എൻ്റെ റൂമിലുണ്ടാകും. അവിടുന്ന് ഏതെങ്കിലും ഒന്ന് നല്ലതെടുത്തിട്ട് മുഖമൊക്കെ കഴുകി മുടിയൊക്കെ ഒന്ന് ചീകി വെച്ച് വാ. ഇപ്പം സമയം 8 ആവാറായി. ഇനിയിപ്പോൾ അവൾ ഭക്ഷണം കഴിക്കാതെ പോകില്ല. അപ്പം കാണാം. അവൻ്റെ ഉള്ളിലെ സംഘർഷം മനസ്സിലാക്കിയ പോലെ നിഹാൽ പറഞ്ഞു. അതൊന്നും വേണ്ട, ഈ കോലത്തിൽ കണ്ടിട്ട് പറ്റുവാണെങ്കിൽ മതി. ഈ ചെക്കൻ എന്നാൽ അവൾക്ക് ഇഷ്ടാവില്ല. എടാ, ഇപ്പോൾ കുട്ടികളൊക്കെ മിനിമം ഡ്രസ് സെൻസെങ്കിലും നോക്കുന്ന കുട്ടികളാണ്. ഇനി നിന്നെ കാണുവാണേലേ തന്നെ ഒറ്റ നോട്ടത്തിലൊരു വിലയിരുത്തൽ അത് നല്ലതാവണം. നമ്മൾ തന്നെ ഒരാളെ കണ്ടാൽ ആദ്യം എന്താ നോക്കുക? ഇഷ്ടമായില്ലെങ്കിൽ വേണ്ട, ഞാൻ മാറ്റാൻ പോണില്ല, ഇത് മതി. നിഹാലിനെ മുഴുവിപ്പിക്കാൻ സമ്മതിക്കാതെ അവസാന വാക്കും പറഞ്ഞുകൊണ്ട് മഷൂദ് തിരിഞ്ഞു നടന്നിരുന്നു. ഇവനെ മെരുക്കാന പണി. നിഹാൽ ആത്മകഥ പോലെ പറഞ്ഞുകൊണ്ട് അവൻ്റെ കൂടെയും. ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ട്രിപ്പ് കഴിഞ്ഞിട്ടും പെൺപിടകളെ മാത്രം ഭക്ഷണം കഴിക്കാൻ കണ്ടില്ല. വന്നവരെല്ലാം പോയിരുന്നു. ഇനി അടുത്ത കുറച്ച് ബന്ധുക്കൾ മാത്രം. പെണ്ണുങ്ങൾ ഓരോ ട്രിപ്പ് വന്നിരിക്കുമ്പോഴും ചോറും കറിയും വെള്ളവും കൊണ്ട് കൊടുത്തുകൊണ്ട് സുർമിയും തേടുകയായിരുന്നു നിഹാലെ. പെണ്ണ് അവൻ്റെയാ, കാണേണ്ടത് അവനക്ക്. എന്നിട്ട് ടെൻഷൻ മുഴുവൻ എനിക്കും. അവനൊക്കെ ഉണ്ടല്ലോ. നിഹാൽ ഓരോ പ്രാവശ്യം വെറുപുറത്തുകൊണ്ട് ഓടി നടന്നു. ഇതേസമയം മഷൂദിൻ്റെ ഹൃദയവും കണ്ണുകളും അകത്തളത്തിലും പന്തലുമായി തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ. എന്നാൽ പോയി നോക്കാനൊരു ചമ്പലും. ഇനി നിഹാൽ പറഞ്ഞ പോലെ ഇഷ്ടാവൂലേ? ഒരുവിധ തിരക്കൊക്കെ കഴിഞ്ഞു. പന്തലും ആളും സംസാരവും ചിരിയും കുറഞ്ഞു. ഇനിയിപ്പോൾ അവൾ പോയി കാണുമോ? നവിയോട് അങ്ങനെ പറയണ്ടായിരുന്നു. അവനും ദേഷ്യം വന്നെന്ന് തോന്നുന്നു. ഇന്നിനി അവൻ്റെ സഹായം പ്രതീക്ഷിക്കണ്ട. എൻ്റെ സുർമി, എൻ്റെ ഇത്രയും അടുത്ത് നീ ഉണ്ടായിട്ടു. നമ്മുടെ ആദ്യ കൂടിക്കാഴ്ചയ്ക്ക് വേദിയായ ഈ മുറ്റവും സാക്ഷിയ ഗേറ്റും എല്ലാം ഉണ്ടായിട്ടും നിന്നെ ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ. ഇനി ഒരുമിക്കാൻ നമുക്ക് വിധിയില്ലേ? ആലോചിക്കുമ്പോൾ നെഞ്ചെടുങ്ങുന്നു. വല്ലാത്തൊരു ഭാരം പോലെ. നിഹാൽ കയ്യിൽ പിടിച്ചപ്പോഴാണ് മഷൂദ് ചിന്തയിൽ നിന്ന് ഉണർന്നത്. എന്തോർത്ത് നിൽക്കുക? ഈ ചോറ് അവിടെ കൊണ്ടുപോയി വിളമ്പി കൊടുക്ക്. നിഹാൽ കയ്യിലെ പാത്രം അവൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പെണ്ണുങ്ങൾക്കായി ഒരുക്കിയിരുന്ന സ്ഥലത്തേക്ക് കണ്ണു കാണിച്ചു. അത് വാങ്ങി അങ്ങോട്ട് പോകുമ്പോൾ നിഹാലിനൊന്ന് സൂക്ഷിച്ചു നോക്കി മഷൂദ്. നോക്കണ്ട, നീ തേടി പിടിച്ചാവില്ല, അവൾ അവിടെ ഉണ്ട്, വാ. മഷൂദിന് മുമ്പിൽ നിഹാൽ നടന്നു തുടങ്ങിയിരുന്നു. കേട്ടപാതി കാലുകൾക്ക് വേഗത കൂടുന്നത് മഷൂദ് അറിഞ്ഞു. ഹൃദയം ഉച്ചത്തിൽ മിടിക്കുന്നുണ്ട്. സ്ത്രീകൾക്കായി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് അവനോട് നിഹാൽ കണ്ണുകൊണ്ട് പോകാൻ പറഞ്ഞു. സുർമിയെയും മഷൂദിനെയും വീക്ഷിച്ചുകൊണ്ട് നിഹാൽ അവിടെ നിലയുറപ്പിച്ചു. തുടരും. എങ്ങനെയുണ്ട് നമ്മുടെ സ്റ്റോറി? ഇഷ്ടപ്പെട്ടോ? കമൻറ്റ് ചെയ്യണേ. അപ്പോൾ കാണാം. ബൈ ബൈ.